അവരൊക്കെ എന്നോട് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ ഏറ്റവും അഭികാമ്യമായ വിഷയം അവര് തന്നെ തിരഞ്ഞെടുത്തതാണ് അള്ളാഹുവിന്റെ സിംഹം എന്നതാണ്. അതൊരു ചരിത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന, നബിതങ്ങളെ അതിനേക്കാൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രിയപ്പെട്ട സഹാബി വര്യന്റെ ചരിത്രം നിങ്ങളുടെ മനോമുഖരത്തിന്റെ ഉള്ളറയിലേക്ക് സമർപ്പിക്കുമ്പോൾ ഒരു വലിയ മാറ്റമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് അള്ളാഹു നിങ്ങൾക്ക് തൗഫീക്ക് ചെയ്തതുപോലെയാണ്. അള്ളാഹു ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഹിദായത്ത് പോലെയാണ് അവന്റെ മാറ്റവും അവന്റെ ഉയർച്ചയും ഒക്കെ. ഇത്രയും ആളുകൾ ഒരുപോലെ അത് ഉൾക്കൊള്ളണമെന്നില്ല. ചെറിയ ആളുകൾ ഇയാൾക്ക് വേറെ ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പോകും. ചില ആളുകൾ ഇതൊക്കെ നമ്മൾ പണ്ട് കേട്ടതാന്ന് പറയും. ചില ആളുകൾ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് വിമ്മിപ്പൊട്ടും, ഞാനൊന്നും ചെയ്തില്ലല്ലോ നിന്റെ ദീനിന് വേണ്ടി എന്ന് ഓർത്തിട്ട് പൊട്ടിക്കരയും. അങ്ങനെയുള്ളവരായി ആ മൂന്നാമത്തെ വിഭാഗമായി അൽഹംദുലില്ലാ നമ്മൾ മാറണം എന്ന ആഗ്രഹത്തിലാണ് ഈ ചരിത്രം നമ്മുടെ മുന്നിൽ സമർപ്പിക്കുന്നത്. പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാനും പരമാധികാരിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്താണ്, എന്തെങ്കിലും പരിഹാരം ഉണ്ടോ നമുക്ക് ഇവരെ ഇരുത്താനുള്ള? പുറകില് സൗകര്യമുണ്ട്. പുറകില് സ്ക്രീനെല്ലാം കഴിഞ്ഞ എന്തായാലും ഇതിനു വേണ്ടി ത്യാഗം ചെയ്യുന്ന യുവാക്കൾക്ക് വാത് കേൾക്കാൻ പറ്റില്ല, അത് ഉറപ്പാണ്. അത് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിയ്യത്ത് ചെയ്ത് ഇറങ്ങിയേച്ചാൽ മതി. ഇവിടെ ഇരിക്കുന്നവര് കേൾക്കട്ടെ, നിങ്ങൾ പരിശ്രമിക്കാനുള്ളവരാണ്. ഞാനിവിടെ വന്നപ്പോഴേ കണ്ടു വിയർപ്പ് ഇങ്ങനെ ചെവിയുടെ ഭാഗത്തൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. കസേര പറക്കാനൊക്കെ ഓടുന്ന യുവ സുഹൃത്തുക്കൾ. ഒരു സ്വാലിഹത്തായ സ്ത്രീ, ലോക ചരിത്രത്തിൽ ആ സഹോദരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് മഹാന്മാരുടെ ഖബറിൽ പോയി സിയാറത്ത് നടത്തലാണ്. ലോകത്ത് എവിടെയൊക്കെ ഔലിയാക്കളുണ്ടോ, സ്വാലിഹീങ്ങളുണ്ടോ, സഹാബികളുണ്ടോ, ആരിഫീങ്ങളുണ്ടോ, അവരുടെയൊക്കെ മഖാമിന്റെ ഹദറത്തിന്റെ അരികിൽ പോയിരുന്നിട്ട് സലാത്ത് സലാം പറഞ്ഞിട്ട് ഖുർആൻ ഓതി അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കണ്ണീരൊഴുക്കി ആ സ്വാലിഹത്തായ സ്ത്രീ ദുആ ചെയ്യും. ദുആ ചെയ്ത് കഴിഞ്ഞിട്ട് ചില മഖാമിന്റെ ഉള്ളറയിൽ നിന്ന് അനുഭവങ്ങൾ ഉണ്ടാകും, ചില വ്യത്യസ്തമായ സ്വപ്നങ്ങൾ ഉണ്ടാകും, ചില രൂപരേഖകൾ ഉണ്ടാകും. അതനുസരിച്ച് തന്റെ ജീവിതത്തിൽ വല്ലാത്ത നേട്ടങ്ങളും ഉപയോഗങ്ങളും ഉണ്ടായി എന്ന് ആ പ്രിയപ്പെട്ട സഹോദരി പലപ്പോഴും തന്റെ സഹപാഠികളോട്, തന്റെ സഹചാരികളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ഈ പ്രിയപ്പെട്ട സഹോദരി ഒരു ഖബറിന്റെ അടുത്ത് പോയി ഖബർ കണ്ടപാടെ കരയാൻ തുടങ്ങി. ആ ഖബറിന്റെ അടുത്ത് ചെന്നതും ആ പ്രിയപ്പെട്ട സഹോദരി കരയാൻ തുടങ്ങി. കണ്ണീരിങ്ങനെ ഒഴുകാൻ. ഒരുപാട് നൊമ്പരങ്ങളാണ്, ഒരുപാട് സങ്കടമാണ് പറയാൻ, ഒരുപാട് പ്രയാസമാണ്. ആ ഖബറിന്റെ അരികിൽ പോയിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഒരുപാട് സമയം ഖുർആൻ ഓതി, കുറേ സമയം സിയാറത്ത് നടത്തി. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് വരാൻ നേരം ആ പ്രിയപ്പെട്ട സഹോദരി തന്റെ മനസ്സിൽ ഭാരമായി നിൽക്കുന്ന സങ്കടങ്ങളൊക്കെ ഇറക്കി വെച്ച് തന്റെ വിഷമങ്ങളും ബേജാറുകളും വേദനകളും ഒക്കെ പറഞ്ഞ് എല്ലാത്തിനും ഒരു പരിഹാരം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അങ്ങയുടെ അരികിൽ വന്നതിന്റെ ബറക്കത്ത് കൊണ്ട് എനിക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു വരാൻ നേരം ആ പ്രിയപ്പെട്ട സഹോദരി ആ ഖബറിൽ കിടക്കുന്ന മഹാനായ മനുഷ്യനോട് പറഞ്ഞു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് മടങ്ങി വരിക. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. മനസ്സിന്റെ അകത്ത് സങ്കടമുണ്ട്. ഒരുപാട് നേരം സലാം പറഞ്ഞു ദുആ ചെയ്തതാണ്. അവിടെ വരാ നേരത്ത് ഇപ്പോഴും മനസ്സിന്റെ പ്രയാസം മാറിയിട്ടില്ല. എങ്കിലും ഈ മഖാമിന്റെ തിരുമുമ്പിൽ വന്നുകൊണ്ട് കുറെ കരയാൻ കഴിഞ്ഞല്ലോ, കുറെ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടെ സലാം പറഞ്ഞവിടെ ുമ്പോൾ ആ ഖബറിന്റെ അകത്തളത്തിരുന്ന മനോഹരമായ രീതിയിൽ അലൈക്കുമുസ്സലാം എന്ന സലാം അടക്കി. വഅലൈക്കുമുസ്സലാം എന്ന സലാം അടക്കിയപ്പോ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ പാദവിരൽ മുതൽ പെരുത്തു വരാൻ തുടങ്ങി. തകർന്നുപോയി, മനസ്സ് വല്ലാതെ പിളർന്നുപോയി. അല്ലാഹുവേ പടച്ചവനെ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനായ ഒരു മനുഷ്യൻ ഈ സാധുവായ പാവപ്പെട്ടവളായ എന്റെ സലാം അടക്കുകയോ ആ ഖബറിന്റെ അരികിലേക്ക് തിരിച്ചു പോയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. എന്റെ പ്രിയമുള്ളവരെ, ആ ഖബർ ആരുടെ ഖബറാണ്? ലോകത്ത് നിങ്ങൾ എവിടെ ഇരുന്നു കൊണ്ട് സലാം പറഞ്ഞാലും ആ മണ്ണിന്റെ മുമ്പിൽ പോയി പൊട്ടിക്കറിഞ്ഞാലും ഒക്കെ അത് കാണാനുള്ള കഴിവ് കൊടുത്തുകൊണ്ട് ലോകത്തിന്റെ അണുപദ്യത്ത് അല്ലാഹു പടച്ചതമ്പുരാന്റെ ദീനിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിന്റെ അകത്ത് കൊണ്ട് നടന്ന ലോകത്ത് എത്രയോ ഔലിയാക്കൾ, എത്രയോ ശുഹദാക്കൾ ലോകത്തിന്റെ നാനാഭാഗത്ത് കിടക്കുകയാ. എത്രയോ രക്തസാക്ഷികൾ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ട് ഊരിപ്പിടിച്ച പടവാളുമായിട്ട് പട്ടിണി കിടന്നുകൊണ്ട് ഈമാനിന്റെ ആദർശത്തിന്റെ ആവേശത്തോടെ
ആവേശത്തോടെ രംഗത്ത് വന്ന് പടപൊരുതിയിട്ട് തന്റെ ശരീരത്തിന്റെ കൈയും കാലും കരളും കൽബുമൊക്കെ വെട്ടിയെറിഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ യുദ്ധത്തിന്റെ രണാഘടത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ആ യുദ്ധത്തിന്റെ ഷഹീദായ പ്രിയപ്പെട്ട ശുഹദാക്കളുടെയൊക്കെ നേതാവായിട്ട് നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് നായകനായി നേതാവായി ആദ്യം കടന്നു വരുന്ന മഹാനായ സയ്യിദുനാ ഹംസത്തുൽ കർറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മഖാമിന്റെ മുമ്പിലേക്കായിരുന്നു. ബഹുമാനപ്പെട്ട ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ സഹോദരിയാണ് ഈ സ്ത്രീ. ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയുടെ സഹോദരിയാണ് ഈ പറയപ്പെട്ട ഹംസ റളിയല്ലാഹു തആല അൻഹു സലാം അടക്കി എന്നറിയപ്പെടുന്ന ഈ സ്ത്രീ. എന്റെ മുമ്പിൽ ഇരിക്കുന്ന കാഞ്ഞങ്ങാട് ടൗണിന്റെ പരിസരത്ത് ദീനീ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കാസർഗോഡ് ജില്ലയിൽ വിശുദ്ധ റബീഉൽ അവ്വലിന്റെ മനോഹരമായ ദിനരാത്രങ്ങൾ ഓരോന്ന് അവസാനിച്ചു കൊണ്ടിരിക്കുമ്പോ ആദർശ വിപ്ലവത്തിന്റെ സാക്ഷികളാകാൻ വേണ്ടി ദുനിയാവിന്റെ മണ്ണിലൂടെ ആരംഭ റസൂലിന്റെ ഒരിക്കലും അവസാനിക്കാത്ത മദഹ് മനസ്സിന്റെ അകത്ത് വാരിക്കോരിയിട്ടുകൊണ്ട് ആവേശത്തോടെ പ്രവേശനം നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിങ്ങളുടെ മുന്നിലേക്ക് ഈ പ്രിയപ്പെട്ട യുവാവിന്റെ ചരിത്രം ഞാൻ സമർപ്പിക്കുമ്പോ എന്റെ മുമ്പിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, ഏറ്റവും വലിയ മാറ്റത്തിന്റെ മാറ്റിൽ വിളക്കുന്ന പടക്കുതിരകളായി പുലിക്കുട്ടികളായി ഹറാമിയത്തിനെതിരെ തോന്നിവാസത്തിനെതിരെ താന്തോന്നിത്തരങ്ങൾക്കെതിരെ ആദർശ ശക്തിയുള്ളവരായി മാറാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ തയ്യാറായില്ലെങ്കിൽ ആ മഹാനുഭാവന്റെ പൊരുത്തക്കേട് പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയുടെ വിരിമാറിലേക്ക് പ്രബോധനത്തിന്റെ പ്രധാന കവാടം തുറന്നുകൊണ്ട് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് വരെ ഏറ്റവും വലിയ അക്രമത്തിന് വേണ്ടി ജീവിച്ചുകൊണ്ടിരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളുടെ ഉറക്കം നഷ്ടമായി പോയപ്പോ അവരെല്ലാവരും പരസ്യമായും രഹസ്യമായും പറഞ്ഞു, മുഹമ്മദ് എന്ന് പറയുന്ന അബ്ദുള്ളയുടെ ആമിനയുടെ പൊന്നുമോൻ വിശുദ്ധ മക്കയുടെ വിരിമാറിലേക്ക് പുതിയ ഒരു ആദർശവുമായി കടന്നു വന്നപ്പോ ആ ആദർശം കൊണ്ട് നമ്മൾ ഇന്ന് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകളും അസ്തമിക്കാൻ പോവുകയാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ബേജാറിലും വേദനയിലും ആശങ്കയിലുമായിട്ട് ആ പ്രിയപ്പെട്ട ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ പലപ്പോഴും ഒതുങ്ങിക്കൂടി എന്ന ചർച്ചകൾ നടത്താൻ തുടങ്ങി. ഒരിക്കൽ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. ആ സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. ശത്രുക്കളുടെ പക്ഷമായിരുന്നു, ശത്രുക്കളോടൊപ്പം നിന്ന ആളായിരുന്നു. ശത്രുക്കളെല്ലാവരും വളഞ്ഞിരുന്നുകൊണ്ട് ചർച്ച നടത്തുകയാണ്. ഓരോരുത്തരും പറയുകയാണ്, അബുൽ ഹക്കം പറയുന്നു, അഥവാ അബൂജഹൽ പറയുന്നു, അതുപോലെയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളൊക്കെ പറയുകയാണ്, മുഹമ്മദിനെ കൊണ്ട് തോറ്റിരിക്കുകയാണ്. മുഹമ്മദ് ആദർശത്തിന്റെ വിപ്ലവവുമായി കടന്നു വരുമ്പോ നമ്മൾ ആരും ഇപ്പൊ വിചാരിക്കുന്നത് പോലെയല്ല. കുറെ നാൾ കഴിയുമ്പോ മക്ക മുഴുവനും മുഹമ്മദിന്റെ കയ്യിലാകും. മക്കയിൽ നിന്ന് നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാ സമ്പന്നരും എല്ലാ അധികാരികളും മുഹമ്മദിന്റെ കൈവെള്ളയിലാകും. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മുഹമ്മദിനെ വകവരുത്തണം. ആ മുഹമ്മദിന്റെ വാക്കിൽ ചില മാസ്മരികമായ ശക്തിയുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മുഹമ്മദിനെ വകവരുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ശത്രുക്കള് വട്ടമേശ സമ്മേളനം കൂടുമ്പോ മാറിയിരുന്നുകൊണ്ട് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ചിരിക്കുകയാണ്. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുന്നു, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്, നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നത്? മുഹമ്മദ് സത്യസന്ധനാണ്, മുഹമ്മദിന്റെ ജീവിതം നല്ലതുപോലെ എനിക്കറിയാം. ഒരിക്കലും ആ മുഹമ്മദ് നിങ്ങളെ വഞ്ചിക്കൂല, നിങ്ങളെ പറ്റിക്കൂല, നിങ്ങൾക്കെതിരെ നാട്ടിലൊരു വിപ്ലവം നടത്തൂല. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മുഹമ്മദിനെ കൊല്ലാൻ തീരുമാനിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ആ സരസിൽ നിന്ന് പുഞ്ചിരി തൂകിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോര മനുഷ്യനാരാ? മഹാനാര ഹംസ റളിയല്ലാഹു തആല അൻഹുവാണ്. നടന്നു പോകുമ്പോ മനസ്സുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, എന്തിനാണ് ഞാൻ മുഹമ്മദിനെ കുറ്റപ്പെടുത്തുക, എന്തിനാണ് ഞാൻ മുഹമ്മദിനെ പരിഹസിക്കുക, എങ്ങനെയാണ് എന്റെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ മാറ്റിവെക്കുക? ഒരു കളവ് ജീവിതത്തിൽ ഇന്ന് വരെ എന്നോടൊപ്പം ജീവിച്ചിട്ട് പറഞ്ഞതായിട്ട് എനിക്കറിയില്ല. ഒരു ഉറുമ്പിനെ, ഒരു കുഞ്ഞു പ്രാണിയെ ഇതുവരെ മുഹമ്മദ് ഉപദ്രവിച്ചതായിട്ട് ആർക്കും പറയാൻ കഴിയില്ല. ഹംസ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും 2 വയസ്സിന്റെ പ്രായ വ്യത്യാസമേ ഉള്ളൂ. എളാപ്പയാണെങ്കിൽ പോലും ഒരുമിച്ച് കളിച്ച് ചിരിച്ച് വളർന്ന ജീവിതത്തിന്റെ തോടന്മാരാണ് ഹംസ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടം ഒതുങ്ങിക്കൂടി മാറിക്കഴിയുക എന്നതാണ്. ആളും ബഹളവുമില്ലാതെ, ആളും അനക്കവുമില്ലാത്ത സ്ഥലത്ത് നിന്ന് മാറി ഒറ്റയ്ക്ക് മാറി ഒതുങ്ങിക്കൂടി കഴിയുക, ഏകനായിട്ട് എപ്പോഴും ഇരിക്കുക, ഒരുപാട് അലങ്കോലങ്ങളൊന്നുമില്ലാതെ കഴിഞ്ഞുകൂടുന്ന സ്വഭാവക്കാരനാണ് ബഹുമാനപ്പെട്ട മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ചെറിയ പ്രായം മുതൽ ഹംസ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നില്ല. ഹംസ റളിയല്ലാഹു അൻഹു വേട്ടയ്ക്ക് പോകുമായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു അവിടുത്തെ അധികാരികളുമായി ഏറ്റവും നല്ല ബന്ധമുള്ള ആളായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും അധികം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മക്ക
മക്കയുടെ ഏറ്റവും വലിയ വിലപിടിപ്പുള്ള സമ്പന്ന വർഗത്തിന്റെ മനസ്സിൽ ഹംസ എന്ന് പറയുന്നത് ഒരു വില്ലാളി വീരനെ പോലെ തെളിഞ്ഞു നിന്നപ്പോ മുഹമ്മദ് എന്ന് പറയുന്നവൻ പാവപ്പെട്ടവരോടൊപ്പം നിന്നുകൊണ്ട് ആളും ബഹളവും അനക്കവും ഇല്ലാതെ ഒറ്റപ്പെട്ടു മാറി എന്നുകൊണ്ട് കഴിയാൻ ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ മക്കയുടെ മണത്തരികളെ പോലും വേദനിപ്പിക്കാതെ നടന്നുപോയ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പും ഹംസ റളിയല്ലാഹു തആല അൻഹുവിന് സ്നേഹമായിരുന്നു. പിന്നെ എപ്പോഴാണ് ആ സ്നേഹം മക്കയോട് വിളിച്ചു പറഞ്ഞത്? എപ്പോഴാ?